ഈ കൊല്ലപ്പെട്ട അൻസിൽ നിരന്തരമായി റെഡ് ബുൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അത് മനസ്സിലാക്കിയോട് കൂടിയാണ് റെഡ് ബുള്ളിൽ കളനാശിനി കലർത്തി നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് അദീന എത്തിച്ചേർന്നത്. വീണ്ടും കേരളത്തിൽ നിന്ന് ഒരു കഷായം ഗ്രീഷ്മ കൂടി. കഷായം ഗ്രീഷ്മ എന്ന് ഞാൻ പറയാൻ കാരണം കാമുകനെ വിഷം കൊടുത്ത് കൊന്ന കാമുകി അദീന ഏതാണ്ട് നമ്മുടെ കഷായം ഗ്രീഷ്മയെ പോലെ തന്നെയാണ് ഈ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത്. പിന്നെ കഷായത്തിലല്ല എന്ന് മാത്രം റെഡ് ബുള്ളിൽ വിഷം കലർത്തി കൊന്ന് ഇല്ലാതെയാക്കി കാമുകനെ അദീന. ഈ അദീനയെ പോലുള്ള പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് ഈ കാമുകന്മാരെ വിഷം കൊടുത്തു കൊന്ന് നിങ്ങളുടെ ജീവിതവും കൂടെ നിങ്ങൾ ഇല്ലാതെയാക്കുന്നത്? നിങ്ങളെ ഏതെങ്കിലും ഒരുത്തം പറ്റിച്ചെങ്കിൽ പോടാവില്ലേ എന്നും പറഞ്ഞ് വേറൊരാളെ സെറ്റ് ചെയ്ത് അങ്ങ് പോവുക. പറയുന്നത് മോശമാണ്, എന്നാലും അതാണ് നല്ലത്. ഇങ്ങനെ കൊലപാതകം നടത്തി വേറൊരുത്തൻ്റെ ജീവിതം കളയുന്നതും നിങ്ങളുടെ ജീവിതം കളയുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് അതാണ്. ഇനി അതല്ല, നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന ഒരു കാമുകനാണെങ്കിൽ, ടോക്സിക് ആയിട്ടുള്ള ഒരു കാമുകനാണെങ്കിൽ പറ്റുമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിടുക, ബൈ ബൈ കൊടുത്ത് വിടുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ നിയമപരമായിട്ട് പോവുക, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, പിടിച്ച് നല്ല കുമ്മും അവന്മാർ കൊടുത്തു കഴിയുമ്പം അവൻ്റെ കടി അങ്ങ് തീരും. പക്ഷെ അതിന് പകരം ഈ കൊലപാതകം എന്തിന്? എന്താണെങ്കിലും വളരെ വിശദമായി കോതമംഗലത്ത് നടന്ന ആ ഒരു കൃത്യത്തെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ താഴെ ഹൈ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ പറ്റും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ആണ് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ വരുമ്പോൾ അതും എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാൻ ചെയ്യണം എന്ന് അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുന്നതാണ് എനിക്ക് എപ്പോഴും താല്പര്യം. പക്ഷേ ബിഗ് ബോസ് ഒരുപാട് കണ്ടന്റുകൾ തരുന്നൊരു ഷോ വരുമ്പോൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതാണ് അതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് കോതമംഗലത്ത് നടന്ന ആ ഒരു കൃത്യത്തെ പറ്റി ഒന്ന് അറിയാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കോതമംഗലത്ത് ആൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത് റെഡ് ബുള്ളിൽ കളനാശിനി കലർത്തിയാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി അദീനയുടെ വീട്ടിൽ നിന്നും റെഡ് ബുള്ളിന്റെ ക്യാനുകൾ പോലീസ് കണ്ടെത്തി. അൻസിൽ നിരന്തരമായി റെഡ് ബുൾ ഉപയോഗിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയ ശേഷമായിരുന്നു കൊലപാതകം. കൃത്യം നടത്താൻ അദീനയ്ക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. അപ്പോൾ കണ്ടെത്തൽ അങ്ങനെയാണ്. പോലീസ് മാമന്മാര് ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് കാര്യം പിടികിട്ടി. അതായത് ആ പെൺകുട്ടി ഒറ്റയ്ക്ക് തന്നെയാണ് കൃത്യം ചെയ്തത്. പിന്നെ അവൾ പറയുകയും ചെയ്തു. അതിനെയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇനി അവൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന്. അവൾ ചിലപ്പോൾ ഇനി അവളുടെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ആരും സഹായിച്ചില്ല എന്ന് പറയുന്നതാണോ നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും പാവപ്പെട്ടവൻ ഒരു റെഡ് ബുൾ അഡിക്റ്റ് ആയിരുന്നു, അദീനയുടെ കാമുകൻ. അത് തന്നെ ആ പെങ്കൊച്ച് യൂസ് ചെയ്തു. നൈസായിട്ട് അവന് റെഡ് ബുള്ളിൽ വിഷം കൊടുത്ത് ഇല്ലാതെയാക്കി. എന്തിന്? ഒരു കാര്യവുമില്ല. പോയപ്പോൾ അവൻ്റെ ജീവിതം മാത്രമല്ല പോയത്, അവൻ്റെ ജീവൻ പോയി, ഈ പെൺകുട്ടിയുടെ ജീവിതം പോയി, ഇല്ലേ? അപ്പോൾ പെൺകുട്ടികൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. എന്ത് കാര്യത്തിന്? വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണെങ്കിൽ അവനോടുള്ള വൈരാഗ്യം ഈ പെങ്കൊച്ച് തീർത്തു. പക്ഷേ കൂട്ടത്തിൽ അവളുടെ ജീവിതം പോയില്ലേ? എന്തിന്? ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്തിനത് ഇങ്ങനെയൊക്കെ ഈ പ്രേമിച്ചതിൻ്റെ പുറത്ത് ഇല്ലാതെയാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് ഇപ്പം അവളുടെ ഒരു എന്താണ് തെളിവെടുപ്പിൽ നിന്നൊക്കെ പോലീസുകാർ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ റെഡ് ബുള്ളിൻ്റെ ക്യാനുകൾ കണ്ടെത്തി. കൂടാതെ കൺഫേംഡ് ആണ് ക്രൈം നടന്നു, അത് അവളാണ് ചെയ്തതെന്ന് കൺഫേംഡ് ആയി. ഇനി സഹായിച്ചിട്ടുണ്ടോ? അത് ഇല്ല എന്നാണ് പോലീസുകാരും പറയുന്നത്. പോലീസുകാരോട് അവൾ പറഞ്ഞത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇനി അവൾക്ക് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇനി വേറൊരു കാമുകൻ ഇനി അതിന് വേണ്ടിയിട്ടാണോ ഇവനെ ഇല്ലാതെയാക്കിയത്, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അതൊക്കെ കുറച്ചും കൂടെ ഇത് പറയുമ്പോൾ ചിലവർക്ക് ദേഷ്യം വരും. പക്ഷേ കാണുന്നുണ്ടല്ലോ നിങ്ങൾ വാർത്തകൾ, ഇങ്ങനെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യമാര് ഇല്ലാതെയാവുന്നു. ദാ ഇവിടെ കാമുകൻ മരണപ്പെടുന്നു, കാമുകി കാരണം. വിഷം എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? റെഡ് ബുള്ളിൽ, അവൻ്റെ പ്രിയപ്പെട്ട റെഡ് ബുള്ളിൽ തന്നെ അവന് കൊടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. സോ നമ്മൾ എല്ലാ രീതിയിലും ഒന്ന് ഇറങ്ങി ചിന്തിക്കണം. ഇനി ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും ഒരു കാമുകൻ ഉണ്ടായിട്ടുണ്ട്, ഇനി അവർക്ക് ഒരു സുഖമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഇനിയിപ്പോൾ പഴയ അവൻ ഇനി പിന്നെ എന്തെങ്കിലും ഒരു തടസ്സമായി വരുന്നതുകൊണ്ട് ചിലപ്പം രണ്ടുപേരും കൂടെ ഒന്നിച്ച് തീർത്തതാണോ നമുക്കറിയില്ല. എന്നിട്ട് ഇവള് കുറച്ച് നാളകത്ത് പോയി കിടക്കും, എന്നിട്ട് എന്താണെങ്കിലും ഇറങ്ങി വരുമെന്നറിയാം. അങ്ങനൊരു സൈഡ് വല്ലോ ഇതിനുണ്ടെങ്കിൽ അത് പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാക്കിയും കൂടെ നിങ്ങൾ കുറച്ച് കേൾക്കുക, എന്നിട്ട് സംസാരിക്കാം.
സ്മൃതി, അദീന ഈ കാര്യങ്ങളെല്ലാം തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നേരത്തെ കളനാശിനി നൽകിയുള്ള ക്രൂരമായ കൊലപാതകമാണ് കോതമംഗലത്ത് നടന്നെന്നുള്ള കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. അപ്പോഴും ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം എന്തിൽ കലർത്തി നൽകിയാണ്, അതായത് കളനാശിനി എന്തിൽ കലർത്തി നൽകിയാണ് ഈ കൊലപാതകം എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ പോലീസ് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രധാനമായും പോലീസ് പറയുന്നത് റെഡ് ബുള്ളിൽ കലർത്തി നൽകിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നതെന്നുള്ളതാണ്. അതായത് ഈ കൊല്ലപ്പെട്ട അൻസിൽ നിരന്തരമായി റെഡ് ബുൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അത് മനസ്സിലാക്കിയോട് കൂടിയാണ് റെഡ് ബുള്ളിൽ കളനാശിനി കലർത്തി നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് അദീന എത്തിച്ചേർന്നത്. വിശ്വാസമാണ് ഇവിടെ തകർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം പിടിച്ചുപറ്റി അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം റെഡ് ബുള്ളാന്ന് മനസ്സിലാക്കി ഒരു പക്ക ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ് ആ പെൺകുട്ടിയുടേത് അല്ലേ? കാരണം വേറൊരു രീതിയിലും കൊല്ലാൻ ശ്രമിച്ചില്ല. അവൻ ഇഷ്ടപ്പെട്ട സാധനം എന്തിപ്പം റെഡ് ബുള്ള് കണ്ടാൽ അവൻ കുടിക്കുമെന്ന് ഉറപ്പാണ്. സോ അത് മനസ്സിലാക്കി അതിൽ തന്നെ പണി കൊടുത്തിരിക്കുന്നു. ബാക്കി ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് അദീനയുടെ വീട്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് റെഡ് ബുള്ളിന്റെ ക്യാനുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൃത്യത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 മാസത്തോളം നീണ്ട ആസൂത്രണമാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത്. അങ്ങനെ 2 മാസത്തെ ആസൂത്രണത്തിനൊടുവിൽ കഴിഞ്ഞ മാസം 30-ാം തീയതി കൊലപ്പെടുത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഈ 2 മാസം ആസൂത്രണം അത് പോലീസുകാർ കണ്ടെത്തിയെന്ന് പറയുന്നു. ഇവൾ ഒറ്റയ്ക്കാണോ ഇത് ആസൂത്രണം ചെയ്തത്? എൻ്റെ ഒരു സംശയമാണ്. വേറെ ആരെങ്കിലും അത് അന്വേഷിച്ചേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ക്രൈമുകൾ ഇല്ലെങ്കിൽ ഇവിടെ ഇനി കൂടും. കാരണം ഏതെങ്കിലും ഒരു കാമുകിയോ അല്ലെങ്കിൽ കാമുകനെയോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊല്ലണം എന്നുണ്ടെങ്കിൽ വേറെ ഒരു പുതിയ റിലേഷനിലേക്ക് പോയിട്ട് അവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ് പഴയ എക്സിനെ തീർക്കണം എന്നുള്ളൊരു മൂഡിലേക്ക് വല്ലതും പോയി കഴിഞ്ഞാൽ ഒരാൾ മാത്രം അകത്ത് പോയി ശിക്ഷിക്കപ്പെടും. കുറച്ച് കാലം കഴിയുമ്പോൾ ഇറങ്ങി വരുമെന്നറിയാം. അതിനുശേഷം നല്ലൊരു ജീവിതം. അങ്ങനെ ഒരു സാധനം മുൻകൂട്ടി കണ്ടിട്ടാണോ ഇപ്പോഴത്തെ ആളുകൾ ഈ ഒരു സാധനം ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. അത് കൃത്യമായിട്ട് പോലീസുകാർ അന്വേഷിച്ചാൽ കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഇനിയും വീട്ടുകാർ, വേറൊരു നല്ല കല്യാണം, പറയാൻ പറ്റില്ല. നമ്മുടെ ഷാരോൺ വധക്കേസിൽ അതാണല്ലോ സംഭവിച്ചത്. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. അവൾ മാത്രം അകത്ത്, അവളുടെ അമ്മയൊക്കെ പുട്ടുപോലെ പുറത്തിറങ്ങി. സോ ഇവിടുത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം കുറച്ചും കൂടെ മുറുകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇല്ലേ? ബാക്കി കേൾക്കൂ. അങ്ങനെ ഈ അൻസിലിന്റെ ഫോണിലേക്ക് നിരന്തരമായിട്ട് അദീന ബന്ധപ്പെടുന്നു. വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ വീട്ടിലേക്ക് വരാൻ അൻസിൽ കൂട്ടാക്കിയിരുന്നില്ല. ഇതിന് പിന്നാലെ അൻസിൽ അദീനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി സുഹൃത്തിന്റെ ഫോണിലേക്ക് ബന്ധപ്പെടുകയും അങ്ങനെ സുഹൃത്ത് മുഖാന്തരമാണ് ഇത്തരത്തിൽ അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? ആ പയ്യൻ ഈ ഒരു റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെയായിരുന്നു. അവൻ ഈ പെൺകുട്ടിയുടെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് അവൻ നൈസായിട്ട് അങ്ങ് മാറി നിൽക്കുകയായിരുന്നു. ഇനിയും ടോക്സിക് എന്നൊരു സാധനം, ഈ പെൺകുട്ടി ഒരു ടോക്സിക് ആയിരുന്നോ നമുക്കറിയില്ല. ഇനി അതിൻ്റെ പേരിലാണോ അവൻ മാറി നിന്നത് ഒന്നും നമുക്കറിയില്ല. ഇനിയും ഈ പെൺകുട്ടിയെ യൂസ് ആൻഡ് ത്രോ ആ ഒരു സാധനം അവൻ എടുത്തതാണോ നമുക്കറിയില്ല. എന്താണെങ്കിലും അവൻ മാറി നിന്നപ്പോൾ അവനെ വിളിച്ച്, അതായത് കൂട്ടുകാരൻ, ഇവരുടെ രണ്ടുപേരുടെയും കോമൺ സുഹൃത്തു വല്ലോ ആയിരിക്കാം, ഇല്ലെങ്കിൽ അവൻ്റെ മാത്രം സുഹൃത്തായിരിക്കാം. അവൻ്റെ മാത്രം സുഹൃത്താണെങ്കിൽ എങ്ങനെ ഈ പെൺകുട്ടിയുടെ നമ്പർ കിട്ടി? ചോദ്യമാണ് അതൊക്കെ. എന്താണെങ്കിലും കൂട്ടുകാരൻ വഴി അവനെ വീട്ടിലേക്ക് എത്തിക്കുന്നു, തീർക്കുന്നു. സോ ഇതൊരു പ്ലാൻഡ് ആണ്. ആൻഡ് ഈ പെൺകുട്ടിയുടെ മെൻറ്റൽ ലൈക്ക് ഒരു മൈൻഡ് സെറ്റ്, മെൻറ്റൽ എന്ന് പറയുന്നില്ല, മൈൻഡ് സെറ്റ്, അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെ മാറിപ്പോകാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ, അതും കൂടെ പോലീസുകാർ അന്വേഷിക്കണം. ബാക്കി ഒരു കണ്ടെത്തലേക്ക് കൂടിയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുമായുള്ള തെളിവെടുപ്പ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇതോടൊപ്പം തന്നെയാണ് നേരത്തെ തെളിവ് നശിപ്പിക്കാനുള്ള നടപടികളിലേക്ക് അദീന കടന്നിരുന്നപ്പോൾ തന്നെ മറ്റാരുടെയെങ്കിലും സഹായം അദീനയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നിരുന്നു. പോലീസ് ഇപ്പോൾ പറയുന്നത് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. CCTV തകരാറിലാക്കിയതൊക്കെ തന്നെ ഇവർ സ്വന്തമായിട്ടാണ്. അങ്ങനെ സ്വന്തമായിട്ടാണ് ഇവർ ഈ കൃത്യം ആസൂത്രണം ചെയ്തതെന്നുള്ള ഒരു കണ്ടെത്തലേക്ക് കൂടിയാണ് കോതമംഗലം പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. CCTV തകരാറാക്കുക, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ചെയ്തോ? എൻ്റെ ഒരു സംശയമാണ്. എനിക്കിപ്പോഴും സംശയമുണ്ട് വേറെ ആരുടെയെങ്കിലും ഒരു പങ്ക്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ്, അവൻ മാറിപ്പോയി ഇതിനകത്തുനിന്ന്. ചിലപ്പോൾ അവൻ മാറിപ്പോകാനുള്ള കാരണവും ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് വേറെ റിലേഷൻ അങ്ങനെ വല്ലതും ഉള്ളത് കൊണ്ടായിരുന്നോ അറിയില്ല. ഇനി അതുകൊണ്ടാണോ അവൻ മാറിപ്പോയത്, അതോ ടോക്സിക് ആയതുകൊണ്ടാണോ? ഇനിയിപ്പോൾ മാറിപ്പോയെങ്കിൽ പോലും ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഭയം കാണും, എന്തെങ്കിലും അവൻ തിരിച്ചു വന്ന് പണി തന്നാലോ. ഇനി അതുകൊണ്ടാണോ ഇനി അവനെ വിളിച്ചു വരുത്തി ഇല്ലാതെയാക്കിയത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണെങ്കിലും പ്രോപ്പറായിട്ട് അന്വേഷിച്ച് കൃത്യമായിട്ട് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം
ഇങ്ങനെയുള്ള ക്രൈമുകൾ കൂടി വന്നുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ക്രൈമിനൊക്കെ ഒരു കുറവ് വരുത്തണമെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം കുറച്ചുകൂടെ സ്ട്രോങ് ആയേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നില്ല എല്ലാ ന്യൂസ് ചാനലിലും ചെറിയ രീതിയിൽ ഈ ഒരു വാർത്ത വന്നു പോകുന്നുണ്ട്, പക്ഷേ ഇതൊരു വലിയ രീതിയിൽ ടേക്ക് ഓവർ ചെയ്ത് ആരും പോകുന്നത് കാണുന്നില്ല. അതുകൊണ്ടാണ് എന്താണെങ്കിലും ഞാനിതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഇഷ്യൂ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ നിയമം സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ സ്ട്രോങ് ആണെങ്കിൽ ഇപ്പോൾ കുറേ പേര് എന്നെ വിമർശിക്കും ചിലപ്പോൾ, എന്താണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അടിപൊളിയാണ് മറ്റേതാണ്. അങ്ങനെ അടിപൊളിയാണെങ്കിൽ, നല്ല നിയമമാണെങ്കിൽ എന്തുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഇല്ലാതെയാവുന്നുണ്ട്? ഈ അടുത്തായിട്ട് ഇവിടെ ഒരു പുരുഷൻ ഇല്ലാതെയായിരിക്കുന്നു. ഇതൊക്കെ നടന്നിട്ടും പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ട് പോലും എന്തുകൊണ്ട് അതിൽ പ്രതികളാവുന്നവർക്ക് കറക്റ്റായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അവർ റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്നു? അത് കാണുന്ന ഏതൊരു പുതുതലമുറയും ഇന്ന് വരുന്ന ആരാണെങ്കിലും ഒരു ക്രൈം ചെയ്താലും അകത്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യില്ലേ? അത് നിയമത്തിൻ്റെ പോരായ്മ തന്നെയല്ലേ? ഇതെൻ്റെ ഒരു സംശയമാണ്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയണം. പറയാതെ പോരുത്. വീഡിയോ കാണുന്ന 1, 2, 10 പേരാണെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായം താഴെ കുറിച്ചിട്ട് പോവുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.